വിശാലതയുള്ള ജീവിതം അവനുണ്ട്, അവനിക്ക് ആരോഗ്യമുണ്ട്, അവന്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളായ ഉമ്മമാരെ, സഹോദരന്മാരെ, ഭക്ഷണം ഇസ്റാഫ് ചെയ്യാൻ പാടില്ല. ഭക്ഷണത്തിലെ ഫോട്ടോ എടുക്കുമ്പോ ഭക്ഷണത്തിന്റെ ബറക്കത്ത് നഷ്ടപ്പെടുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു ഹോട്ടലിൽ പോയി, കോളേജ് സ്റ്റുഡൻസ് അപ്പുറത്തുണ്ട്, എല്ലാം ഉണ്ട്, നല്ല ടിക്കയും അൽഫാം എല്ലാം സുടുകാട് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് ബാലക്കാർ വിഷയ പൽക്കറിഞ്ഞുള്ള എന്തിന് ദാ എല്ലാം കറക്റ്റ് വെക്ക്, തൊടണ്ട, തിണ്ടില്ലെങ്കോ കറക്റ്റ് എടുത്തിട്ട് സ്റ്റേറ്റസ് ഇടണം. അങ്കല ചതിയാവണം. ആർക്ക്? ഈ സ്റ്റേറ്റസ് നോക്കുന്നവർക്കെല്ലാം ഈ അൽഫാമിനെ നോക്കിയിട്ട് ചതിയാവണം. ആർക്ക്? ഓൻ തിന്നാനല്ല ഇത്തരത്തിൽ ചെലവിട്ടിട്ട് പോയത് അല്ലെ? ആരെങ്കിലും സ്റ്റേറ്റസ് ബീഫ് ഇട്ടെങ്കിൽ ഓമില് മട്ടണ, ഇടിമ മട്ടൻ, അറബി അല്ല ഓടകിൽ എടുത്ത ഫോട്ടോ സ്റ്റേറ്റസിൽ ഇട്ടിടുന്നു ചില ആളുകൾക്കല്ല. ഒരു ജാതി അല്ലേ, ഒരു ജാതി സ്റ്റേറ്റസിന്റെ വിരാന്ത് മനുഷ്യന്മാർക്കല്ലേ. എന്തെല്ലാം പരസ്പരം കുത്തുവാക്കുകളും കുടുംബത്തിലും ഫാമിലിയിൽ ഗലാട്ട്. ഒരുത്തന്റെ സ്റ്റേറ്റസ് നോക്കി അറിയുന്നു കൊന്തവർ അങ്ങനെ ഫാമിലി എന്തെല്ലാം ഗലാട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റും ഉണ്ടായിരുന്നു, എല്ലാ സബ്ജക്റ്റും ഓരോ നാൾ ഓരോരോ സബ്ജക്ട്. അപ്പൊ കൊന്തവർ ഇങ്ങനെ ഫാമിലി ഇങ്ങനത്തെ എല്ലാ പ്രശ്നം പ്രോബ്ലം എല്ലാം ഉണ്ട്. അല്ലാഹുവേ അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാ പ്രശ്നങ്ങളും പറയേണ്ടത് അല്ലാഹുവിനോടാണ്, എല്ലാ വിഷമങ്ങളും പറയേണ്ടത് റബ്ബിനോടാണ്. അല്ലാഹുവിനോട് ചോദിക്കേണ്ടത്, അല്ലാഹുവിനോട് പറയേണ്ടത് എല്ലാം ജനങ്ങൾക്ക് അറിയിക്കുക. രാവിലെ എണിച്ചു നോക്കുമ്പോ കാണാ സ്റ്റാറ്റസ് ഫീലിംഗ് മൂഡ് ഓഫ്, അവന്റെ ഒടുക്കത്തിന്റെ ഓഫ്, ഇത് എപ്പോണാകും അവന്റെ മൂഡ് ഓഫ്. ഈ രൂപത്തിലല്ല എല്ലാ ഓഫും എല്ലാ ഫീലിംഗും പടച്ച റബ്ബിനോട് വിളിച്ചു പറയാനുള്ളതാണ്, അല്ലാഹുവിനോട് വിളിച്ചു പറയാനുള്ളതാണ്, റബ്ബിനോട് വിളിച്ചു പറയാനുള്ളതാണ്. ചെറുപ്പക്കാരുടെ ലവ് പൊട്ടിയ സ്റ്റേറ്റസിൽ അറിയാം, പുതിയ ലവ് തുടങ്ങിയാലും സ്റ്റേറ്റസിൽ അറിയാം, അതല്ല ഒരു കൈ വിട്ടു പോയാലും സ്റ്റേറ്റസിൽ അറിയാം, നമ്പർ ചേഞ്ച് ആക്കിയാലും സ്റ്റേറ്റസിൽ അറിയാം. ആരോടും ഒന്നും ചോദിക്കേണ്ടതില്ല, എല്ലാം സ്റ്റേറ്റസ് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ദയനീയ അവസ്ഥകളാണ്. മുഅ്മിനീങ്ങളെ, തെറ്റുകൾ കാണുന്ന, ഹറാമുകൾ കാണുന്ന, മ്യൂസിക്, പാട്ടുകൾ, ഡാൻസുകൾ, ഇതെല്ലാം ആളുകൾ കാണുമ്പോ, 100 ആളുകളും 200 300 കാണുമ്പോ നീ സന്തോഷിക്കേണ്ടതില്ല. കണ്ട ഹറാമുകൾക്ക്, കണ്ട സിനിമകൾക്ക്, കണ്ട തെറ്റുകൾക്ക് എല്ലാം നിന്റെ അക്കൗണ്ടിലേക്ക് ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അല്ലാഹു നിന്നെ സൂക്ഷ്മമായി വീക്ഷിക്കുന്നുണ്ട്. നീ പച്ചയായ ഹറാമ് സ്റ്റേറ്റസിലിട്ടപ്പോ, തുള്ളിച്ചാടുന്ന പാട്ടുകൾ ഇട്ടപ്പോ, സിനിമാ നടികളുടെ ഫോട്ടോസുകൾ ഇട്ടപ്പോ ഇതെത്ര ആളുകൾ കണ്ടു, എത്ര ആളുകൾ കമന്റ്സ് അടിച്ചു, എത്ര ആളുകൾ ഇതിനെ കണ്ടാസ്വദിച്ചു. ഇതെല്ലാത്തിനും പടച്ച റബ്ബിനോട് ഉത്തരം പറയേണ്ടവരാണ്. ഇത് യതലക്കൽ മുതലഖിയാൻ അനിൽ യമീനി വഅനിശ്ശിമാലി ഖഈദ് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. എല്ലാം വീക്ഷിക്കുന്ന പടച്ച റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആലയില്ലേ, അവനെല്ലാം കാണുകയാണ്, അവനെല്ലാം അറിയുന്നുണ്ട്. അല്ലാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. പടച്ച റബ്ബിനോട് ടിക്ടോക്കിൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്കുകൾ ചോദിച്ച് കരഞ്ഞവരില്ലയോ, ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്കുകൾ എരന്ന് വാങ്ങുന്നവരില്ലയോ? നിന്റെ സൗന്ദര്യമാർന്ന മുഖം തുറന്നിട്ടിട്ട് എല്ലാം വീഡിയോസുകളാക്കി ടിക്ടോക്കിൽ കയറ്റിയിട്ട്, ഫുഡ് കഴിക്കുന്നത് ടിക്ടോക്കില്, ബാത്റൂമിൽ പോകുന്നത് ടിക്ടോക്കില്, എല്ലാം നീ തിന്മകളുടെ പ്രചാരകരാവുകയാണോ? അതെല്ലാത്തിന്റെയും കുറ്റം പടച്ച റബ്ബിന്റെ മുമ്പിൽ നീ ഏറ്റെടുക്കേണ്ടവരാണ്. ആയിരക്കണക്കിന് ആളുകൾ അത് കണ്ടാൽ, അവർ ലൈക്ക് അടിച്ചാൽ, അവർ നിന്നെ ഫോളോ ചെയ്താൽ, അവർ നിനക്ക് സപ്പോർട്ട് ചെയ്താൽ, എല്ലാത്തിനും പടച്ച റബ്ബിനോട് ഉത്തരം പറയേണ്ടവരാണ് നമ്മളെല്ലാം. അല്ലാഹുവേ, നന്മകൾ ധാരാളം ചെയ്യാൻ, ധാരാളം തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്നിട്ട് അല്ലാഹുവിലേക്ക് അടിക്കാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. രാത്രി പെട്ടെന്ന് കിടന്നുറങ്ങണം, രാവിലെ സുബഹിക്കുമെന്ന് ഉറക്കിൽ നിന്ന് ഉണരുന്നവരാകണം. സ്വർഗത്തിൽ നിന്നുള്ള ഒരു കാറ്റടിച്ച് വീശുന്നുണ്ട്. തഹജ്ജുദിന്റെ നേരത്താണത്. അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുന്ന കൂട്ടരുണ്ട്.
രണ്ട് കൂട്ടി ചിരിച്ചോളി, ക്യാമറ വരും നിങ്ങളെ എതിർക്കല്ല അല്ലേ? ഗൾഫിലുള്ളവരെല്ലാം കാണുങ്ങളാണ്. എന്റെ അടുത്തൊരു ലൈവിൽ ഒരുത്തന് ലൈവുകാരോട് പറഞ്ഞു, എന്റെ അബ്ബുണ്ടോ അബ്ബരെ സമ കാട്ടറു. ഈ ലൈവിന്റെ അവർക്ക് അറിയുന്ന ഓന്റെ അബ്ബാരെയും ഓൻ ഫോട്ടോ അയച്ചങ്ങ വേള അവിടെ ഉണ്ട്, ഇന്ന പ്ലേസിലുണ്ട്. ഒരു അല്ലേ ഗൾഫിലൊക്കെ ഉള്ളവർക്ക് വേണ്ടിയാണ് ലൈവ് ഉണ്ടാക്കുന്നത്. അല്ലാഹു തആല ലൈവിൽ കാണുന്ന എല്ലാവർക്കും അല്ലാഹുവിനെ ഖൈറും ബറകത്തും റഹ്മത്തൊക്കെ ചെയ്യണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആയിൽ കൂട്ടിക്കോളി എന്നൊക്കെ പറയലുണ്ട്. അല്ലാഹു എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അല്ലാഹ്. രാവിലെ പെട്ടെന്ന് ഉറക്കിൽ നിന്ന് ഉണരണം. രണ്ട് കൂട്ടർക്ക് അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആയുണ്ട്. ഒന്ന് ഇശാ നിസ്കാരം അർത്ഥാന്നല്ലേ അല്ല ചേഞ്ച് ആക്കണ്ടല്ലോ. രണ്ട് കൂട്ടർക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കിന്റെ ദുആ ഉണ്ട്. നിങ്ങൾ സ്വീകരിക്കുമെങ്കിൽ ചെല്ല, ഇല്ലെങ്കിൽ വേറെ സബ്ജക്റ്റ് ചെല്ല. കേക്കുവാറാ ബസമർ ബിയാട്ട് നിന്നെ ഏന് കേട്ടില്ല കേട്ട് മാലക്കാർ നാലായിട്ടോ കേക്കുവാ ബാലക്കാർ നിങ്ങ മക്ക ബാലക്കാർ അള്ളാഹു നമ്മുടെ മക്കളെല്ലാം നല്ല ഇൻട്രസ്റ്റ് കേൾക്കുന്നു. മക്കൾക്ക് അല്ലാഹു തആല ഖൈറും ബറകത്തും റഹ്മത്തൊക്കെ ചെയ്യട്ടെ. ചെറുപ്പക്കാർ സ്വീകരിക്കോ? എന്തൊരു ഇൻട്രസ്റ്റ്. എന്നോടൊന്ന് ബേജാറുണ്ട്. ഞാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്, ഫസ്റ്റ് വന്ന് എന്താ ആരെ പറഞ്ഞിട്ടൊന്നും പോയിട്ടില്ല. ഇൻഷാല്ലാഹ് പറയുന്നതിന് ലാസ്റ്റ് പറയാം, കുറച്ച് കഴിയട്ടെ സബൂറാക്കി അല്ലേ. ഒരിക്കൽ വിളിച്ചങ്ങനെ ഇഷ്ടം വിളിക്കാൻ കാലം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകണം. അതങ്ങനെ ഫസ്റ്റ് ഖത്തീബ് ഉസ്താദ്മാർ നിൽക്കാൻ വന്നപ്പോ കമ്മിറ്റിക്കാർ ഉസ്താദ് ഇവിടെ നല്ല നാട്, ഇങ്ങനത്തെ ജമാഅത്ത് ഇവിടെ ആസുവാസിലൂടെ ഇങ്ങനത്തെ പള്ളി ഇരിക്കൽ എന്ത് റകളില്ല, ഒരു കിരികിരിയില്ല, ആരും നിങ്ങൾ ബിസി എത്തുകയില്ല ഒക്കെ. പിന്നെ ഇങ്ങനത്തെ പേടിക്കണ്ടില്ല. ഇവിടെ നിണ്ടെങ്ങ അജ്ജാക്കാണ്ട് പോയിട്ടില്ല. ഇവിടെ വന്ന ഉസ്താദ്മാർക്ക് ഉംറയെങ്ക ആഗ്രഹ. പിന്നെ ഇവിടെ വന്ന എല്ലാ ഉസ്താദ്മാർക്ക് അവ കെട്ടാണ്ടാറ് പോയിട്ടില്ല. പിന്നെ ഗാഡി ബർമ്മത്ത് ബൈക്കിൽ നിങ്ങൾ പോകുമ്പോ ബുൾഡോസറിൽ കൊണ്ട് അത്ര സാർ ഇവിടെ വന്ന 6 പേരുസ്താദ് ഈ പള്ളിക്ക് എന്തോ ഒരു വർക്കത്ത്. ഇതെല്ലാം എന്ത് ആഡ് ശമ്പള കുറക്കുള്ള ഐഡിയ ഇതെല്ലാം ചെല്ലിട്ട് ഇങ്ങനെ ലാസാക്കി പാട്ടിട്ട് ലാസ്റ്റ് ബുൾഡോസറിൽ എന്തില്ല ഉള്ള ബൈക്കിനെ വിത്തിട്ട് പോന്നെ. ലാസ്റ്റ് പോകുമ്പോ ആയത്തങ്ങനത്തെ ഒരേ കമന്റ് ഇവിടെ വന്ന 6 പേർത്തായിട്ടില്ല. ഞാൻ ഒരു ഉസ്താദ് നോക്കോ കൂടെ വന്നിട്ട് എന്ത് പേർത്തായിട്ടില്ല. അവിടെ അങ്ങോട്ട് ടൗണിൽ വലിയ വലിയ ബിൽഡിംഗ് എല്ലാം വന്നിരുന്നു. ആ ബന്നേൽ പിന്നെ എല്ലാം നല്ല നക്കെന്തായിട്ടില്ല. അങ്ങനെ ആക്കാൻ പാടില്ല. എല്ലാം ഉസ്താദ് ഇവിടെ നല്ല പാവത്തങ്ങ ലാസ്റ്റ് അതെല്ലാം ആയിട്ട് ഫസ്റ്റ് അല്ല. പിന്നെ ഇവിടെ എല്ലാം വീട്ടി കെട്ടിറങ്ങ ഉസ്താദ് ഇങ്ങനെ ചെഷ്ടാക്കറു. പിന്നെ നോക്കറു ആർത്തികൾ പോട്ട് പിന്നെ വേണമെങ്കിൽ ശമ്പളം കൂട്ടാൻ. എല്ലാ കമ്മിറ്റിക്കാർക്കും ഒരേ ഐഡിയ. ഒരു കോയ ഉസ്താദ് ഒരാളിന്ത് കോയ ഉസ്താദ് അയാൾ കേട്ടി കമ്മിറ്റി എനിക്ക് ഐഡിയ ചൊന്നു കൊടുത്ത് ഉസ്താദ് ആറുകൊണ്ട് പിടിക്കണമെന്ന്. എന്ത് കേരളത്തിൽ അഞ്ഞ പോയെങ്കിൽ കഴിഞ്ഞ ദക്ഷിണ കന്നഡ ജില്ലയിൽ എല്ലാ കമ്മിറ്റിക്കും ഒരേ മാറ്റർ. ഈ മാറ്റർ ചൊന്നു കൊടുത്ത ആളാറ് ഇവിടുത്തെ കമ്മിറ്റിക്കാരെ പറഞ്ഞല്ലോ, നല്ല കമ്മിറ്റിക്കാർ അല്ലാഹു ബർക്കത്താകട്ടെ. പിന്നെ എല്ലാവർക്കും ഒരേ മാറ്റർ. ഇവിടെ പാവത്തെങ്ങ ഉസ്താദ് ഇവിടെ എന്തെല്ലാം പാവത്തെങ്ങ നിങ്ങൾ അഡ്ജസ്റ്റ് ആക്കി നിക്കറു. പിന്നെ ഇവിടെ എന്ത് കിരികിരില്ല. പിന്നെ ഇവിടെ വന്നെങ്കിൽ ഭാര്യ ഉസാറായിടാറ് എന്ത് തൊന്തരയില്ല. ഈ എല്ലാ ജമാഅത്ത് ഒരേ കാസറ്റ്, എല്ലാം ഒരേ കാസറ്റ്. നമുക്കിനെല്ലാം പാടാ. ഇത് പോയിട്ടെല്ലാം പാടാന്നല്ല. കുറെ ഫസ്റ്റ് നിൽക്കുമ്പോൾ അപേക്ഷിച്ച് നോക്കാം ഇത്ര നല്ല റായം അവിടെ വിട്ടു പോകല്. ഇവിടെ ഖബറാക്കരുത്. നിണ്ട് നോക്കുമ്പല്ലേ ഇവിടെ എന്ത് കിരികിരില്ല ചെയ്യും. ഓനെ വലിയ കിരികിരി ഓന്റെ റകള ലാസ്റ്റ് അല്ലേ. ഫസ്റ്റ് വന്ന പുസ്തകം കൈ പിടിച്ചിട്ട് മുത്തുന്ന ഈ മുത്തി ഓന്ന മുസീബത്ത് ലാസ്റ്റ് ഓന്നെ വായിക്കുന്നത് അല്ലേ. അല്ലാഹു നീ ബർക്കത്താക്കണേ. ഉസ്താദുമാരൊക്കെ ബഹുമാനിക്കണം. മുഅല്ലിമീങ്ങൾ റമളാനിലൊക്കെ നിങ്ങളുടെ നാട്ടിലേക്ക് വരുമ്പോ, റമളാനിലൊക്കെ അവർക്ക് ജോലിയൊന്നും ഇല്ലെങ്കിലും റമളാനിലെല്ലാം വരുമ്പോ മുസല്ലക്ക് 10 രൂപ എറിഞ്ഞിട്ട് പോകുന്നല്ല. ഉസ്താദുമാരെ കണ്ടിട്ട് നല്ല റാഹത്താക്കിയിട്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരാണ്. നല്ല രൂപത്തിൽ ഉസ്താദുമാരൊക്കെ കാണണം. പിന്നെ റബീഉൽ അവ്വൽ പ്രൈസ് എല്ലാം കൊടുക്കുമ്പോൾ ഒന്നാ പ്രൈസ് കൊടുക്കാതിരിക്കണം ഉസ്താദുമാർക്ക്. ഇല്ലെങ്കിൽ 400 രൂപ ഡിന്നർ സെറ്റ് ഇതിന്റെ റേറ്റ് ഭരിക്കുന്നത് റേറ്റ് ഭരിച്ചിട്ട് ഉസ്താദുമാർ കുറവടിയാ നട്ടു നോക്കറാ. ഇത് റേറ്റ് എത്രയാണ്? ഈ 400 രൂപ ഈ പ്ലേറ്റ് സെറ്റ് എടുത്തിട്ട് 10 ആള് പ്രസിഡന്റ്, അധ്യക്ഷ, എൻഗേജ്മെന്റ് അധ്യക്ഷ, ഇതിന്റെ സെക്രട്ടറി, അല്ലാഹു അക്ബർ ഇതെന്തൊരു പോത്തിന് അറക്കുന്നത്. ഇത് ഈ 400 രൂപന്റെ പ്ലേറ്റിന്റെ സെറ്റ് കൊടുക്കാൻ തക്ബീറെല്ലാം കൂട്ടിയിട്ട് കൊടുക്കണ്ടെന്നല്ല. റൂമിൽ കൊണ്ടിട്ട് വെക്കി 1000 രൂപന്റെ 2000 രൂപന്റെ നല്ല സെറ്റാ, ഫാനാ, നല്ല ഫ്രിഡ്ജാ, വാഷിംഗ് മെഷീൻ ഇതെല്ലാം കൊടുക്കുക. ആറാമെന്തല്ല ഉസ്താദുമാർക്ക് കൊടുക്ക നല്ല നല്ലത് കൊടുക്കുക. ഇല്ലെങ്കിൽ കൊടുക്കണ്ട. ഇല്ലെങ്കിൽ ചെറിയത് കൊടുക്കുന്നെങ്കിൽ റൂമിലെടുത്ത് വിട്ട് വെക്കറു. ഇതിലെ ഫോട്ടോ എടുത്തിട്ട് പാപ്പ ഉസ്താദ് 400 രൂപ പ്ലേറ്റ് സെറ്റ് അര ഗಂಟೆ പിടിക്കണം. ആയിട്ടായിട്ടാ നിക്കറു. തെല്ലിപ്പറ ഈ പുതിയ അമ്പളക്ക് മാല ഇട്ട പോലെ ഈനെ ഒരു വലിയ ഗൗജിയാക്കിയിട്ട് 400 രൂപന്റെ പ്ലേറ്റിന്റെ സെറ്റ് ഒന്നായത് ഇത് കൂടെ നിക്കണോ? ഇല്ലെങ്കിൽ കൊടുക്കുന്ന നല്ല മര്യാദക്ക് കൊടുക്കണം. നല്ല ഐറ്റംസുകൾ ഇടനല്ല. ഇതിന് ലൈവിലെല്ലാം കാണുന്നല്ല. എല്ലാ ജമാഅത്ത് ഏർക്കുമായി എല്ലാവരും ഒരേ മാറ്റ്. അല്ലാഹു നീ റഹ്മത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, നല്ലത് പറയാനും ചെയ്യുവാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ.
ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. റസൂലുള്ളാഹിനെ പിൻപറ്റുന്ന ആളുകൾക്ക് റസൂലുള്ളാഹിയിൽ നല്ല ഉദാത്തമായ മാതൃകയുണ്ട്. നബി തങ്ങളിലാണ് നല്ല മാതൃകയുള്ളത്. ആചാരങ്ങൾ പഠിക്കേണ്ടത് റസൂലുള്ളാഹിയിൽ നിന്നാണ്. രാവിലെ 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 അതിരാവിലെ ഉറക്കിൽ നിന്ന് ഉണരുന്നവരാകണം. രണ്ട് കൂട്ടർക്ക് അല്ലാഹുവിന്റെ മലക്കിന്റെ ദുആയുണ്ട്. ഒന്ന് ആരാന്നറിയോ? ഇശാ കഴിഞ്ഞാൽ പെട്ടെന്ന് കിടന്നുറങ്ങുന്നവരാ. ഇശാ കഴിഞ്ഞാൽ പെട്ടെന്ന് കിടന്നുറങ്ങുന്നവരോ അവർക്ക് അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആയുണ്ട്. ഫുട്ബോളിന്റെ പേര് പറഞ്ഞ്, ക്രിക്കറ്റിന്റെ പേര് പറഞ്ഞ്, ടൂർണമെന്റിന്റെ പേര് പറഞ്ഞ് പാതിരാ സമയം വരെ, നട്ടപ്പാതിരാ സമയം വരെ ക്രിക്കറ്റിന് വേണ്ടി, ഹറാമിന് വേണ്ടി, ഇവിടെ കളിക്കാൻ വേണ്ടി, ഹറാമുകൾക്ക് വേണ്ടി, പബ്ജി കളിക്കാൻ വേണ്ടി അവിടെയും ഇവിടെയും ഒരുമിച്ച് ഓടിയിട്ട് സമയം കളയുന്ന ചെറുപ്പക്കാരാ, രാത്രി ചാറ്റിങ്ങുകളിൽ കഴിയുന്നില്ലേ? വീഡിയോ കോളുകള്, ചാറ്റിങ്ങുകള്, ഹറാമിന്റെ കോളുകൾ, തിന്മകളിൽ അകപ്പെടുന്നില്ലയോ? ഇതെല്ലാം നീ ചെയ്യുകയാണോ? അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കിന്റെ ദുആ ഇല്ല. ഇശാ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിയവരാരോ? ഇശാ കഴിഞ്ഞ ഉടനെ രാത്രി കിടന്നുറങ്ങുന്നവര് വല്ലാത്ത ആരോഗ്യമാണ്. നട്ടപ്പാതിര രാത്രിക്ക് മുമ്പ് ഉറങ്ങുന്നത് നല്ലതാണ്. പിന്നെയോ രാവിലെ സുബഹിക്ക് മുമ്പ് ഉറക്കിൽ നിന്ന് ഉണരുന്നവരാരോ അവർക്ക് അല്ലാഹുവിന്റെ മലക്കിന്റെ ദുആയുണ്ട്. ഇശാ കഴിഞ്ഞാൽ ഉടനെ ഉറങ്ങണം. സുബഹി ബാങ്കിന് മുമ്പ് ഉറക്കിൽ നിന്ന് ഉണരണം. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് രണ്ട് കൂട്ടരാകുന്ന മലക്കുകളുടെ ദുആയുണ്ട്. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. നമുക്ക് രണ്ട് ദുആ കിട്ടില്ല. നമുക്ക് രണ്ട് ദുആ ഉണ്ട്. ഒന്ന് ഇശാ കഴിഞ്ഞപ്പം ഉറങ്ങുക, പിന്നെ സുബഹിക്ക് മുന്നിൽ എണീക്കുന്നു. അല്ലേ? രണ്ട് ദുആ കിട്ടുന്നു ഇല്ലേ? എന്താ കൊണ്ടുവന്നില്ല? രണ്ടും കിട്ടില്ല ദുആ. രണ്ട് മലക്കിന്റെ ദുആ കിട്ടുന്നു. എന്തേ? ഇശ കഴിഞ്ഞപ്പമേ ഓർമ്മ കൊണ്ടുവന്നത്, സുബഹിക്ക് മുന്നിൽ എനിക്ക് കൊണ്ടു. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നല്ല ഉറക്കം രാത്രി പാതിരാ വരെ 12 മണി വരെയുള്ള ഉറക്കാണ് നല്ല ഉറക്കം. പിന്നെ അതിന് കഴിഞ്ഞാലുള്ള ഉറക്കം 12 മണി മുതൽ 3:30 വരെയുള്ള ഉറക്കാണ്. പിന്നത്തെ ഉറക്കൊന്നും അത്ര നല്ലതല്ല ആരോഗ്യത്തിന്. നല്ലത് ഇശ കഴിഞ്ഞ ഉടനെ ഉറങ്ങലാണ്. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാഹ്. നബി തങ്ങളിൽ ഉദാത്തമായ മാതൃകയുണ്ട്. നമുക്ക് എല്ലാത്തിലും മാതൃക കാട്ടി മുഹമ്മദുർ റസൂലുള്ളാഹ്. രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ രാവിലെ തഹജ്ജുദിന്റെ സമയത്ത് നബി തങ്ങൾ നടക്കൽ പതിവുണ്ട്. റസൂലുള്ളാഹ് വാക്കിങ്ങിന് പോകും അല്ലേ? റസൂലുള്ള നടക്കാൻ പോകും. ചെരുപ്പിട്ടിട്ട് റസൂലുള്ള നടന്നിട്ടുണ്ട്. ചെരുപ്പിടാതെയും റസൂലുള്ള നടന്നിട്ടുണ്ട്. മണ്ണിന് ചവിട്ടണം നമ്മൾ. നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ സുലഭമാകാൻ മണ്ണിൽ ചവിട്ടുന്നവരാകണം. മണ്ണ് അത്ഭുതമാണ്. മണ്ണിൽ ചവിട്ടണം. വീട്ടിന്റെ മുറ്റത്തേക്കെല്ലാം ഇന്റർലോക്ക് ചവിട്ടാനൊരിടല്ല. മക്കൾക്ക് കളിക്കാനൊരിടല്ല. മക്കള് മണ്ണിൽ കളിക്കേണ്ടവരാണ്. മണ്ണിൽ ചവിട്ടേണ്ടവരാണ്. ഈ മണ്ണിൽ നിന്ന് പടച്ചവനാണ് മനുഷ്യന്റെ ശരീരത്തിലുള്ള മോശങ്ങളാകുന്ന വൈറസുകളെ വലിച്ചെടുക്കാൻ കഴിവുണ്ട് ഈ മണ്ണിന്. ധാരാളം മണ്ണിൽ ചവിട്ടണം. ഇനി മണ്ണിൽ ചവിട്ടണം ചെരുപ്പിടാതെ പോയിട്ട് കാല് കാണി തറച്ചെങ്കിൽ നാളെ എന്നെ ചാലാന്ന് കണ്ട് ജാഗ്രത ആക്കി. ആണെന്തും ഇല്ലാത്ത ജാഗ്രത മണ്ണിൽ നടന്നെങ്കിൽ പ്രോബ്ലം ഇല്ല. മണ്ണിൽ ചവിട്ടുന്നത് നല്ലതാണ്. മക്കള് മണ്ണിൽ ചവിട്ടുന്നതും നല്ലതാണ്. വീട്ടിൻ മുറ്റത്തും മണ്ണ് ഉണ്ടാകൽ വളരെ നല്ലതാണ്. കാരണം മണ്ണ് വളരെ അത്ഭുതമാണ്. മണ്ണിന്റെ പാത്രം വീട്ടിൽ ബറക്കത്താണ്. മണ്ണിന്റെ പാത്രത്തിന് എന്ത് തന്നെ എടാന്നാ മണ്ണിര ചട്ടി അങ്ങനെയോ? മണ്ണിന്റെ പാത്രത്തിൽ അത് ഷോക്കേസിൽ വെക്കാനല്ല. പെണ്ണിങ് എടുക്കുക കണ്ടെന്നൊക്കെ കെട്ടിക്കെട്ടി ചന്തമുണ്ട്, ഭാര്യ ചന്തമുണ്ട്. ആ പാടെ ചെറിയ പാടെ എന്തിന് ഷോക്കേസിൽ വെച്ചിട്ട് സ്റ്റാറ്റസിൽ എടുക്കും. വേറെന്തോ നിയത്തേ ഇല്ല, ഒരു നിയത്തും ഇല്ല. നിസ്കരിക്കുന്ന നിങ്ങളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് തന്നെ.
അല്ലാഹുവേ നീ ബോധം നൽകണേ അല്ലാഹ്. മണ്ണിന്റെ പാത്രത്തിൽ ഭക്ഷണം ഉണ്ടാക്കിയാൽ ഭക്ഷണത്തിന്റെ പോയ്സൺ വിഷാംശങ്ങളെ വലിച്ചെടുക്കാൻ കഴിവുള്ള പാത്രമാണ് മൺപാത്രങ്ങൾ. അതുകൊണ്ട് മണ്ണിന്റെ പാത്രത്തിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് നല്ലതാണ്. മണ്ണിന്റെ കുക്കർ വാങ്ങാൻ കിട്ടലുണ്ട് അല്ലെ? കുക്കറിൽ ഇപ്പൊ മണ്ണിന്റെ കുക്കറുണ്ട്, പാത്രമുണ്ട്, എല്ലാം ഉണ്ട്. മണ്ണിന്റെ പാത്രം വളരെ നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്, നമ്മുടെ എല്ലാ വിഷയത്തിനും നല്ലതാണ്. മണ്ണിൽ ചവിട്ടുന്നത് നല്ലതാണ്. നബി തങ്ങൾ രാവിലെ സുബഹിയുടെ മുമ്പോ സുബഹിക്ക് ശേഷമോ നബി തങ്ങൾ നടക്കുമായിരുന്നു, നബി തങ്ങൾ വാക്കിംഗ് ചെയ്യുമായിരുന്നു. ചെരുപ്പ് ധരിച്ചും പോകാറുണ്ട്. ഹദീസിൽ കാണാം ചെരുപ്പ് ധരിക്കാതെയും റസൂൽ നടക്കാറ് പതിവുണ്ട്. നടക്കൽ ഒരു മനുഷ്യന് ആവശ്യമാണ്. ധാരാളം നടക്കുന്നവരാകണം നമ്മൾ, നല്ലവണ്ണം കൈകാലുകൾ അനക്കുന്നവരാകണം. നമ്മുടെ ജീവിതത്തിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യമാണ്. നബി തങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട്. അതുപോലെ നബി തങ്ങൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ചിലപ്പോ കാരക്ക വെള്ളം ചൂടാക്കിയിട്ട് നബി തങ്ങൾ വെള്ളം കുടിക്കുമായിരുന്നു. ഈ തപ്പടമിട്ട വെള്ളം തിളപ്പിച്ച് കുടിക്കുമായിരുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും ഉച്ചക്കും എപ്പോഴും നബി തങ്ങൾ കഴിച്ചിരുന്ന ഭക്ഷണങ്ങൾ തണിഞ്ഞ ഭക്ഷണമാണ്, ചൂടില്ലാത്ത ഭക്ഷണമാണ്. ഫഇന്നൽ ഹാറ ലാ ബറകത ചുട്ടുപൊള്ളുന്ന ആഹാരത്തിൽ ബറക്കത്തില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്. നല്ല ചൂട് അൽഫാം, ചൂട് ടിക്ക, പൊറോട്ട ചൂടില്ലെങ്കിൽ നമുക്ക് വേണ്ട അല്ലേ? റൊട്ടി ചൂടില്ലെങ്കിൽ നമുക്ക് വേണ്ട. നല്ല ചൂട് ചായ ചൂടില്ലെങ്കിൽ വേണ്ട. നല്ല ഡബിളല്ല ത്രിബിൾ ചൂട്. ഉസ്താദിന് ഡബിൾ ചൂടാ. ഡബിൾ ചൂട് ഏതിലും നല്ലതല്ല. ഫഇന്നൽ ഹാറ ലാ ബറകത ഫീ, അതിൽ ബറക്കത്തില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരാൾ പറഞ്ഞു വേറെ എന്ത് വേണമെങ്കിൽ ചപ്പ എന്ത് ചപ്പേനാ? ഞങ്ങളുടെ നാട്ടിൽ മധുര ഷുഗർ ഇല്ലാത്തതിനാണ് ചപ്പയെന്നറിയില്ല അല്ലേ? ഏതോ ആകട്ടെ ചപ്പ. ഉസ്താദ് ചായ ഒന്നും ചപ്പ കുടിക്കും സാധ്യല്ല. അത് കോഫി ഒന്നും വെച്ച കിട്ടിയില്ലെങ്കിൽ കുടിച്ച പോലെ ആവില്ല. ഏറ്റവും നല്ലത് ലേശം ചൂട് കുറഞ്ഞിട്ടാണ് ഭക്ഷണം. വെള്ളവും ചിക്കനും മട്ടണും ഏതും ഇരിക്കട്ടെ, ചൂട് കുറഞ്ഞതാണ്. നബി തങ്ങൾ രാത്രിയുടെ കഞ്ഞി രാവിലെ ചൂടാക്കാതെ കുടിക്കലുണ്ട്. രാത്രി അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ വീട്ടിൽ ബാക്കിയുള്ള കഞ്ഞ് രാവിലെ മുത്തഅല്ലിമീങ്ങൾ രാത്രി കഴിച്ച് ബാക്കിയുള്ള കഞ്ഞ് രാവിലെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞ് റസൂലുള്ളാഹി കഴിച്ചത് ചരിത്രത്തിലുണ്ട്. രാവിലെ കഞ്ഞി കുടിക്കൽ സുന്നത്താണ്, നബി തങ്ങളുടെ ശരിയാണ്. രാവിലെ കഞ്ഞി ചൂടാക്കാതെ കുടിക്കൽ വെള്ളപ്പോക്ക് സംബന്ധമായ രോഗം, സ്ത്രീകൾക്കുണ്ടാകുന്ന വെള്ളപ്പോക്ക് സംബന്ധമായ രോഗത്തിനുള്ള പരിഹാരമാണ് രാത്രിയുടെ കഞ്ഞി രാവിലെ ചൂടാക്കാതെ കുടിക്കുക എന്നുള്ളത്. എപ്പോഴും കഞ്ഞി ഒരു തവണ ചൂടാക്കിയത് രണ്ടാമത് ചൂടാക്കാതെ കഴിക്കലാണ് ഏറ്റവും ആരോഗ്യത്തിന് നല്ലത്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ്. ഇനി നാളെ ബുദ്ധിൽ ഉസ്താദിന് ചപ്പ ചോറും കറിയെല്ലാം കൊടുക്കാൻ മുസീബത്താക്കിയിരുന്ന നിങ്ങൾ വെച്ച കൊടുക്കോ ഇവിടെ ചപ്പാക്കി എടുത്തിരുന്നോളൂ ഒരു സംഭവം അതല്ലേ? നിങ്ങൾ നാളെ ജാവത്തെ ചില ഒത്തിരി ടിഫിനെല്ലാം വന്നെങ്കിൽ അപ്പറ പോന്ന് എന്ത് സുബൈക്ക് ചാറിലും മുള്ളു മാത്രം, ഇറച്ചിയൊന്നുമില്ല. പിന്നെ ഇറച്ചിയെല്ലാം ഇവിടെ കലങ്ങിട്ട അല്ലെങ്കിൽ അവിടെ അഡ്രസ് ഇല്ല. പിന്നെ മുള്ളു മാത്രം തൈലല്ല, മുള്ളെല്ലാം സീയാന്ന് പോന്നെ കാണും ബുദ്ധിയിലല്ല. അങ്ങനെ ചപ്പ കൊടുക്കണ്ട, നിങ്ങൾ വെച്ച കൊടുക്കോ അങ്ങ് സമാധാനത്തിൽ ചപ്പെല്ലാം ആക്കിയിട്ട് വേണേ പോലെ തിന്നോ അല്ലേ? അങ്ങനെ പറഞ്ഞു ഉസ്താദ്മാർക്കെല്ലാം മുസീബത്താക്കിയിട്ട് ഇയാളൊരു ബാഗ് വന്നിട്ട് നമുക്ക് ഉള്ള ചോറും ചായല്ല ചപ്പാക്കിയിട്ട് നിങ്ങൾ കൊടുക്കുന്നെല്ലാം വെച്ച കൊടുക്കുക. അത് വേണ്ട പോലെ സുന്നത്ത് പോലെ ഉസ്താദ്മാരൊക്കെ കഴിച്ചോളും. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാഹ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ലതാണ്, അതിൽ ബറക്കത്തുണ്ട് എന്ന്. അത് നോമ്പുകാരനാണെങ്കിൽ അത്താഴത്തിൽ ബറക്കത്തുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഉമ്മമാരെ രാവിലെ കിച്ചണിലേക്ക് വരുമ്പോ ഫർളില്ലെങ്കിലും കുളിച്ചിട്ടാണ് അങ്ങോട്ട് വരേണ്ടത്. മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കുമ്പോ കുളിപ്പിച്ചിട്ടാണ് പറഞ്ഞേക്കേണ്ടത്.
ചെറിയ മക്കളൊക്കെ എന്ത് ചെയ്യും? ചെറിയ മക്ക സുബൈക്ക് വന്നിട്ട് ഇങ്ങനെ ചൊരണ്ടുകൊണ്ട് മീശ ഇത് കട്ടി പീസ് പണ്ട് ഇങ്ങനെ ചൊരണ്ടുമ്പോ ഞാകൃത്ത കണ്ണിലുള്ള ഒരു ഐറ്റം കൊണ്ട് കിട്ടുന്നവർക്ക് അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ. മക്കളെയൊക്കെ കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് അവരെ പറഞ്ഞേക്കലാണ് ഖൈർ. രാവിലെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ബറക്കത്താണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എക്സാമിന്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യം പറഞ്ഞ് രാവിലത്തെ ആഹാരം ഒഴിവാക്കരുത്, രാത്രിയുടെ ആഹാരം ഒഴിവാക്കരുത്. 2 ആഹാരങ്ങളിൽ ബറക്കത്തുണ്ടെന്ന് ഹബീബ് റസൂലുള്ളാഹ്. ഒന്ന് രാവിലത്തെ ഫുഡാണ്, രാവിലത്തെ നാസ്ത ബ്രേക്ക്ഫാസ്റ്റ്. അത് 11 മണിക്കല്ല, രാവിലെ എത്ര രാവിലെ പറ്റും അത്ര രാവിലെ കഴിച്ചാൽ ഗ്യാസ് സംബന്ധമായ രോഗങ്ങൾ, അൾസർ സംബന്ധമായ രോഗങ്ങൾ ഇതെല്ലാത്തിനും പരിഹാരമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതാരും ഒഴിവാക്കരുത്, അതിൽ ബറക്കത്തുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, രാത്രിയുടെ ഭക്ഷണവും ഒഴിവാക്കരുത്. ഒന്നുകിൽ മഗ്‌രിബിന് മുമ്പ് അല്ലെങ്കിൽ മഗ്‌രിബ് കഴിഞ്ഞ് ഈ രൂപത്തിലാ ഭക്ഷണം കഴിക്കേണ്ടത്. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ. അത് കഴിഞ്ഞ് ബാത്റൂമുകളിൽ പോയി കൂടുതൽ സമയം ചെലവഴിക്കരുത്, കക്കൂസുകളിൽ കൂടുതൽ സമയം ചെലവഴിക്കരുത്. അവർക്ക് മറവി വരുന്നു, അവർക്ക് മൂലക്കുരുവിന്റെ എന്താണ് പഠിച്ചോനെ ന്യൂ പടപ്പിൽ മൂലക്കുരു ഇല്ലേ? മൂലക്കുരു എന്താണ്? മൂളത്തെ രോഗം. അങ്ങനെയാ മൂളവ്യാധി. എന്ത് മോശമല്ല, അതിന് അർത്ഥമല്ലേ ആ സാമാനം. അതൊക്കെ വരാൻ കാരണമാകുന്നു. മഹാന്മാര് പറയുന്നു വസ്വാസ് ഉണ്ടാകാൻ കാരണമാകുന്നു. ബാത്റൂമിലിരുന്ന് മോതിരം മനക്കുക, മോതിരത്തിൽ കളിക്കുക. ബാത്റൂമിലിരുന്ന് തലക്ക് കൈ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുക. ബാത്റൂമിലിരുന്ന് ചില ആൾക്ക് ബാത്റൂമിൽ പോയങ്ങ് തിരിച്ചു വരാൻ ചില ആള് പറഞ്ഞു റാഹത്ത് ഇത്തര കൊസി എവിടെ പോയെന്നില്ല. എന്റെ യൂറോപ്യൻ ബാത്റൂം ഇരുന്നിട്ട് വാട്സപ്പ് എല്ലാ ചാറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് സമാധാന. അർജന്റില്ല, മക്ക ഫോൺ വലിച്ചെടുക്കുകയില്ല, ഒരു അർജന്റും ഇല്ല, ആരും കേൾക്കുകയില്ല, പിടിക്കുകയില്ല. പോയെങ്കിൽ ചില ആളുകൾ ബാത്റൂം ശൈത്താൻ വസിക്കുന്ന ഇടമാണ്. അവിടെ കൂടുതൽ സമയം ചെലവഴിക്കുന്നവർ ശൈത്താന്റെ ഫ്രണ്ടുകളാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങൾ ശൈത്താന്മാരായ ഫ്രണ്ട്സിനെ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് കൂടുതൽ സമയം അവിടെ ചെലവഴിക്കുന്നത്. ബാത്റൂമിൽ ഇരുന്ന് സംസാരിക്കുക. ചില ആളൊക്കെ കക്കൂസിൽ പോയിരുന്നിട്ട് എന്തൊക്കെ ഒരുപാട് സമയം ചെലവഴിക്കാൻ പാടില്ല. ഒരു അരമണിക്കൂറും കൂടി പറയാം. ഒരുപാട് സമയം ചെലവഴിക്കാൻ പാടില്ല. ചെലവഴിക്കുന്നവർക്ക് രോഗം വരാൻ, ദാരിദ്ര്യം വരാൻ, വെള്ളപ്പാണ്ട് വരാൻ, മറവി വരാൻ, വിട്ടുമാറാത്ത രോഗങ്ങൾ വരാൻ. ബാത്റൂമിൽ കൂടുതൽ സമയം ചെലവഴിക്കുക. വസ്വാസ് എന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിലുള്ള ശ്വാസം വരുന്ന ഒരു ക്ലാസ്സിന് വേണ്ടി പോയി ഒരാള് ഭയങ്കര വസ്വാസ് ഓനുണ്ട് ബാലക്കറുവാനെ സ്വീപ്പാക്കിന മൂത്രഭീതിയിൽ കറക്റ്റ് ക്ലീൻ ആവണമെങ്കിൽ കോട്ടന്റെ തുണി ഇട്ടിട്ട് ഉൾക്ക ഇട്ടിട്ട് തന്നെ ക്ലീൻ ആക്കണം. അത് എതിരിൽ മൂത്ര അത് ഉൾക്കത് പുറത്തെടുക്കണോ? ഓൻ കേട്ട് ഉസ്താദ് ഞങ്ങൾ അത് ഉൾക്ക കോട്ടന്റെ തുണി ഉൾക്ക പോയില്ലെങ്കിൽ എങ്ങനെ ആ ഉൾക്ക കടത്തണോ? ഞാൻ കേട്ട ഹയവാനെ നിങ്ങൾക്ക് ജീവിക്കണ്ട കുറച്ചു കാലം ഉള്ളത്തിരുന്ന ആണിനോട് ചെന്ന ഉൾക്കത്ത് കോട്ടന്റെ തുണി എടുത്തിട്ട് ഉൾക്കുള്ള മൂത്രത്തിനെ പുറത്തെടുക്കണോ? അവന്റെ ജീവ കിട്ടുമോ പുറത്തെടുക്കാൻ? ഓൻ കേൾക്കുന്ന ഇങ്ങനെ കോട്ടന്റെ തുണി എങ്ങനെ ഉൾക്ക ഇടുന്നേന്ന് പഠിച്ചോനെ ഇന്നാലില്ല മാതല്ല. ഇങ്ങനെ വസുവാസ് നമുക്ക് നല്ലതല്ല, സ്ത്രീകൾക്കും വസുവാസ് നല്ലതല്ല. ബാത്റൂമിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നവർ അവർ ശൈത്താനിന്റെ കൂട്ടുകാരാണ്. പെട്ടെന്ന് ബാത്റൂമിൽ നിന്ന് വരണം. ബാത്റൂമിൽ പോയി സംസാരിക്കാൻ നിൽക്കരുത്. ഞാൻ ഒരു ദിവസം കുളിക്കുമ്പോ ഒരാൾ ഞാൻ പറ്റി പഠിച്ചോ ആരിപ്പോ എന്നെ ബാത്റൂമിൽ വന്നിട്ട് കുറച്ച് കഴിയുമ്പോ ഇപ്പൊ വെക്കര ഇപ്പൊ ട്രാഫിക്കിലുള്ള പിന്നെ വിളിക്കുന്നോടെ അപ്പുറത്തെ കക്കൂസ് നിന്നിട്ട് ചെന്ന് ഞാൻ ഇപ്പൊ ട്രാഫിക്കിലുള്ള ഒടുക്കത്തെ ട്രാഫിക് ഏതാ. അങ്ങനെയാണ് അള്ളാഹുവെ അവിടെ ഇരുന്ന് സംസാരിക്കാനുള്ളതല്ല. അള്ളാഹു നമുക്ക് ആവശ്യം മാത്രം നിറവേറ്റാൻ വേണ്ടി അങ്ങോട്ട് പോകാനുള്ളതാണ്. ആവശ്യം കഴിഞ്ഞാൽ പെട്ടെന്ന്
കടന്നു വരണം. ചില ആൾക്ക് ഐഡിയ അല്ല ഭാഷാന കക്കൂസൊന്നും. ചില പറഞ്ഞു അവിടെ തെച്ചു എങ്ങനത്തെ ഡിജിറ്റൽ ഐഡിയ അല്ല വരുന്ന അവിടുന്ന് 4G അല്ല 5G അല്ല കിട്ടുന്ന അതിന്റെ ഉള്ളിൽ തെച്ചു എന്തോ കൂടുതൽ സമയം ചെലവഴിക്കരുത്. പെട്ടെന്ന് ബാത്റൂമുകളിൽ നിന്ന് കുളിച്ചിറങ്ങണോ, പെട്ടെന്ന് ബാത്റൂമുകളിൽ കാര്യം കഴിഞ്ഞിട്ടിറങ്ങണോ. അവിടെ ഇരുന്ന് ഒരുപാട് സമയം ചെലവഴിക്കരുത്. അല്ലാഹുവേ ഞങ്ങൾക്ക് ഖൈർ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. കൃത്യമായി നിസ്കാരം, രാവിലെ സുബഹിയുടെ നിസ്കാരം ഖലാഖിയിട്ട് നീ എന്ത് ചെയ്താലും ബറക്കത്തില്ല. ബറക്കത്തിന് വേണ്ടി ഓടുകയാണ്. തങ്ങന്മാരെടുത്ത്, ഉസ്താദന്മാരെടുത്ത്, ദ്വീപിന്ന് വന്നാള്, മക്കത്തുനിന്ന് വന്നാള്, മുക്കത്തുനിന്ന് വന്നാള്. ഇപ്പൊ എല്ലാ ബിസിനസ് ഡല്ല്. റിയൽ എസ്റ്റേറ്റിന്റെ അഡ്രസ് ഇല്ല, ബ്രോക്കർമാർക്ക് പണിയില്ല, എന്തില്ല. എല്ലാ ബിസിനസ് അടക്കിയിട്ട് ഞാൻ ഒരാൾ പറഞ്ഞു ഉസ്താദ് എല്ലാ ബുട്ടുട്ടി ഇപ്പൊ പൊതുര വിഷയത്തേക്ക് എന്തേട്ടെ അത് ബാക്കി ബാണ്യ നിന്റെ ഇത് നിൽക്കില്ലല്ലോ ഉസ്താദ്. പൊതുര ബാണ്യ നിൽക്കില്ലല്ലോ. ഇതാവും വേറെ എന്താവല്ല. ഏതുവാകട്ടെ എല്ലാം നിന്ന് ബ്ലോക്കായി എല്ലായിടം കയറാണ്. ഇപ്പൊ നിങ്ങൾ ആരുടെ കണക്കൊക്കെ പോകണ്ട. ഇപ്പൊ കണക്ക് കേട്ടെങ്കിൽ നാളെ ചൊന്തണ്ട നിങ്ങളെ കണക്ക് എന്തിനു. ഇപ്പൊ കണക്ക് കേട്ടെങ്കിൽ അങ്ങ് ചൊല്ലു എന്തിനു. നിങ്ങൾക്ക് കൈകത്തറ് ബായികത്തില്ല. ഇത് ഇങ്ങ പഠിച്ചു വെച്ച മാറ്റർ. ഇത് ഉമ്മയുടെ പേര്, അബ്ബയുടെ പേര്, അബ്ബയുടെ പേര്, പത്രങ്ങൾക്ക് ഒരു സംഖ്യ 8 8 18 ഓണം കണക്കൂട്ടോ വേണല്ല അല്ലേ. ഓണം കണക്കൂട്ടി തെല്ല് നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ട്. ബന്നതിൽ സലാമത്തെ നിങ്ങൾക്ക് കൈകത്തറ് മാത്രം ബായികത്തില്ല. ഇയാൾക്ക് കൈകത്തറ് ബായികത്തില്ല. ഈ പണി തുടങ്ങിയ വേറെ. പിന്നെ നിങ്ങളെ യജമാനത്തി തെല്ല് അട്ട പോലെ. ആരജമാനത്തി? നിങ്ങളെ യജമാനത്തി. ഇയാൾക്ക് എങ്ങനെ മനത്തായത്? ഇയാളെ യജമാനത്തി തെല്ല് അട്ട ഉണ്ട്. എല്ലാരും യജമാനത്തിയും അട്ടയില്ലാത്ത യജമാനത്തി ആർക്കില്ല. പിന്നെ മക്ക ചൊന്നേ പോലെ കേൾക്കില്ല. ഇയാളെ മക്ക കേൾക്കുന്ന ചൊന്നേ പോലെ. ആരെ മക്ക കേൾക്കില്ല ചൊന്നേ പോലെ. പിന്നെ സുബൈക്കഞ്ചിരി സ്വർത്ത് പോകും മനസ്സേ ഇല്ല. ആർക്കൊക്കെ സുബൈക്കഞ്ചിരി സ്വർത്ത് പോലെ ആർക്കൊക്കെ മനസ്സുണ്ട്? ആർക്കുണ്ട്? ആർക്കില്ല മനസ്സ്. ഇനി കണക്കൊന്നും വേണ്ട. പിന്നെ നിങ്ങളെ കണ്ടെങ്കിൽ എത്ര ചതിരങ്ങളുള്ള